മറിയും അമ്മയും അനിയത്തിയും കൂടി ഒന്നിച്ചായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അച്ഛന്റെ കൂടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സ്ഥലം ഇതായതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ അച്ഛനെ മിസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുള്ളത് ഇതേ സ്ഥലത്ത് തന്നെയാണെന്ന് മറിയും വൂജുവിനോടായിട്ട് പറയുന്നു. പണ്ട് അവൾ അച്ഛന്റെ കൂടെ അവിടെ വരുമ്പോഴത്തേക്കും അച്ഛനും ചിലപ്പോഴൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അച്ഛനെ കാണാത്ത വിഷമത്തിലും പേടിയിലും അവൾ കരയുമ്പോഴത്തേക്കും അച്ഛനും എവിടെന്നെങ്കിലും വന്നിട്ട് അവളെ എടുത്ത് തോളിൽ കയറ്റും. എന്തായാലും അന്നത്തെ പോലെ ഇപ്പോൾ അച്ഛൻ കൂടെ ഇല്ലെങ്കിൽ പോലും തനിക്ക് പേടിയില്ല എന്നെല്ലാം തന്നെ അവളും അറിയിക്കുന്നു. കൂടാതെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ കാണിച്ചതിന് ശേഷം അതിലൊരു നക്ഷത്രം തന്റെ അച്ഛനാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് പ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ അത് സാധാരണ ഒരു നക്ഷത്രമൊന്നുമല്ല, മറിച്ച് അതൊരു പ്ലാനറ്റ് ആണെന്ന് അവനും അറിയിക്കുന്നു. എന്തായാലും അവൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അവളെയും തോളിൽ കയറ്റിയേക്ക് അവൻ നടക്കുകയാണ്. അങ്ങനെ അവർ നടക്കുന്ന വഴിക്ക് ഇടയ്ക്ക് അവൻ സ്ലിപ്പായി വീണു പോകുന്നു. പിന്നീട് അവരും ഒന്നിച്ച് സംസാരിച്ചൊക്കെ അവിടെ തന്നെ കിടക്കുന്നു. ബൂച്ചു മെറീനെ കാണുവാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചിൻകുങ്ങും ബൂച്ചുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്, ഇപ്പോൾ നിനക്ക് മെറിയുടെ അടുത്ത് തോന്നുന്നതൊന്നും തന്നെ സ്നേഹമല്ല എന്നും മറിച്ച് കുറ്റബോധമാണ് എന്നും ആ ഒരു കുറ്റബോധമൊക്കെ മാറ്റുവാനായിട്ടായിരുന്നു ഞാൻ അവളുടെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതെന്നും എല്ലാം തന്നെ അവൾ പറഞ്ഞതിന് ശേഷവും എന്റെ മനസ്സിൽ മെറിയോട് തോന്നുന്നത് പ്രണയം തന്നെയാണ്. എനിക്കത് മനസ്സിലാക്കുവാനും സാധിച്ചു. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് നിനക്കാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അവനും പോയത്. അങ്ങനെയിരിക്കെ താൻ ഇത്രയേറെ ബൂജുവിനെ സ്നേഹിച്ചിട്ടും ബൂജു എന്തുകൊണ്ടായിരിക്കും തന്നെ സ്നേഹിക്കാത്തതെന്നൊക്കെ ഓർത്ത് ജിൻകിങ്ങും ആകെ കരയുകയായിരുന്നു. ജോഗിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഇപ്പോൾ അവളെ കണ്ട് അവളുടെ അടുത്തായിട്ട് സംസാരിക്കുന്നു. കുട്ടിക്കാലം മുതൽ നിനക്കൊരാളെ ഇഷ്ടമാണെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ അടുത്ത് നിന്റെ പ്രണയമൊക്കെ നീ തുറന്നു പറഞ്ഞു. അതുകൊണ്ടാണോ ഇപ്പോൾ നീ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്? എന്തായാലും നീ തുറന്നു പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഇപ്പോൾ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നീ അത് മനസ്സിൽ കൊണ്ട് വെക്കുകയാണ് എങ്കിൽ നിനക്ക് ഓരോ നിമിഷവും അതോർത്ത് റിഗ്രറ്റ് ചെയ്യുവാനായിട്ടേ സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും അതോർത്തൊന്നും ഇരിക്കണ്ട. നീയും എന്റെ കൂടെ ജോഗിങ്ങിനൊക്കെ വന്നിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുവാനായിട്ട് പറഞ്ഞുകൊണ്ട് അവനും ഓടുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ചിൻകിങ്ങും അതെ അവന്റെ പിന്നാലേക്ക് ഓടി. പിന്നീട് അവന്റെ മുന്നിലായിട്ട് ഓടി പോവുകയാണ്. ഇപ്പോൾ ചിനിക്കും മെറിയുടെ അടുത്ത് ഒരുപാട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർത്തിട്ട് ആകെ വിഷമിക്കുകയാണ്. ഞാൻ സ്നേഹിച്ച ആൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി ഓരോരോ കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. അതൊന്നും തന്നെ താൻ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളും കരയുന്നത്. നിലവിൽ വൂജു ഉള്ളത് മെറിയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ മെറിയുടെ അനീതിയുടെ റൂമിലാണ് വൂജു കിടക്കുന്നത്. അങ്ങനെയിരിക്കെ അമ്മയും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴത്തേക്കും മെറിയും പെട്ടെന്ന് തന്നെ അവളുടെ റൂമിലേക്കും കയറി പോകുന്നു. അങ്ങനെയിരിക്കെ വൂജുവും മെറിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. മെറിയും കിടന്നുറങ്ങുവാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വൂജു അവൾക്കൊരു മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. അതായത്, അവന്റെ റൂമിലേക്ക് പെട്ടെന്ന് തന്നെ വരാമോ എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. അങ്ങനെയിരിക്കെ അവളും വേഗം തന്നെ അവന്റെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻസെക്ടിനെ ഒക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു അവരും. അവന് മനുഷ്യരെ പേടിയില്ല എന്നും ഇതുപോലത്തെ ഇൻസെക്ട്സിനെയൊക്കെ ഒരുപാട് പേടിയാണെന്നും പറയുമ്പോഴത്തേക്കും അവളും ആ ഇൻസെക്ടിനെ എടുത്ത് കളയുന്നു. അതൊക്കെ കണ്ട് അവൾ ഒരുപാട് ധൈര്യശാലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവളെ അഭിനന്ദിക്കുകയാണ്. അതായത്, അവൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതും ഇതുപോലൊരു വ്യക്തിനെ ആണെന്നാണ് അവൻ പറയുന്നതും. കൊതുകൊന്നും റൂമിലേക്ക് വരാതിരിക്കുവാനായിട്ട് പുകയൊക്കെ വെക്കുവാനായിട്ട് അമ്മയും റൂമിലേക്ക് വരികയാണ്. അങ്ങനെയിരിക്കെ മറി അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയാതിരിക്കുവാനായിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ബെഡിൽ കിടക്കുന്നു. അതേസമയം അമ്മ ഡോറൊക്കെ തുറന്നിട്ട് അവൻ കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പുകയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അമ്മ പോയോ ഇല്ലയോ എന്ന് അറിയാതിരുന്നിട്ടുണ്ടായിരുന്ന മെറിയും പോയോ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മെറീനെ വീണ്ടും ബെഡിൽ കിടത്തുവാനായിട്ടായിരുന്നു അവനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവൾക്കും അവൻ ഇതുപോലെ കള്ളം പറയുന്നതാണെന്നെല്ലാം തന്നെ മനസ്സിലായതിനു ശേഷവും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ വൂജു എണീറ്റ് വരുമ്പോഴത്തേക്കും മെറി കിടന്നുറങ്ങുന്നതൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് അവർ ഒന്നിച്ച് ഫുഡ് കഴിക്കുവാനായിട്ടും ഇരിക്കുന്നു. സാധാരണയായിട്ട് കൊറിയയില് ആദ്യമായിട്ട് മരുമക്കളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിക്കുള്ള ഒരു ഫുഡ് ഐറ്റം ഒക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കൊറിയൻ ചിക്കൻ. സോ ആ ഒരു ഫുഡൊക്കെ ആയിരുന്നു അമ്മ ഇപ്പോൾ വൂച്ചിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സാധാരണ ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും തന്നെ ആദ്യം വിവാഹം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും രജിസ്റ്റർ ഒക്കെ ചെയ്യുക. പക്ഷെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ മറി ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷമാണ് വിവാഹം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിനക്കറിയാമോ എന്നൊക്കെ അമ്മ വൂജുവിനോട് ചോദിക്കുമ്പോഴത്തേക്കും വൂജുവും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അമ്മയോടും പറയുകയാണ്. അവൾ പലതവണയായിട്ട് വിവാഹം പിന്നെ നടത്താം എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പ്രായമൊക്കെ മുന്നോട്ട് പോവുകയല്ലേ, അതൊക്കെ പേടിച്ചിട്ടായിരുന്നു പെട്ടെന്ന് വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ നിനക്ക് വീടൊക്കെ വിൽക്കുവാനുള്ള ഡെപ്പോസിറ്റ് ഞാൻ നൽകുകയുള്ളൂ എന്നും ഞാനും അവളോട് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ എന്റെ മകളും ഒരു ഡിവോഴ്സിയായി പോയത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്റ്റർ മാരേജിന്റെ പേരിൽ നീ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തുവാനായിട്ട് പാടില്ല. നിനക്ക് എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടെങ്കിൽ അത് എന്നോട് മാത്രമേ പറയാവൂ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ആ ഒരു രീതിക്കുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് മെറിയും പറയുവാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അമ്മയാകട്ടെ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ എനിക്ക് മനസ്സിലായതാണ്. സോ എന്നെ പറ്റിക്കുവാനായിട്ട് നോക്കേണ്ട എന്നായിരുന്നു അമ്മ പറയുന്നതും. എന്റെ ഫാമിലിയിലെ ആൾക്കാർ എന്റെ മകളുടെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്നമ്മ പറയുമ്പോഴത്തേക്കും എനിക്ക് പേരൻസ് ഒന്നും ഇല്ല എന്നും എനിക്ക് ആകെ ഉള്ളത് ഒരു മുത്തശ്ശി മാത്രമാണ്. ആ ഒരു മുത്തശ്ശി വളരെ പാവമാണെന്നും അവനും അറിയിക്കുന്നു. സോ മെറിയും ഹാപ്പിയും ഹെൽത്തിയും ആയിട്ടിരിക്കുകയാണെങ്കിൽ താനും ഹാപ്പി ആകുമെന്ന് അമ്മയും പറയുന്നുണ്ട്. പിന്നീടാകട്ടെ അവർ അച്ഛനെ കാണുവാനായിട്ടും പോകുന്നു. ബൂജോം ഇപ്പോൾ അച്ഛനെ കാണുമ്പോഴത്തേക്കും തന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അച്ഛനോട് പറയുന്നുണ്ട്. കൂടാതെ അമ്മയും ഇത് നിങ്ങൾ പണ്ട് രക്ഷിച്ച കുട്ടിയാണ്. അവനാണ് ഇപ്പോൾ നമ്മുടെ മകളെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചതെന്നെല്ലാം തന്നെ അറിയിക്കുകയാണ്. അന്നത്തെ ദിവസം അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ അനീതിയും അവളെ കോൾ ചെയ്യുകയാണ്. അനീതി നിലവിലുള്ളത് യുഎസിലാണ്. ഒരു ഹോട്ടലിലൊക്കെ പാർട്ട് ടൈം ആയിട്ടാണ് അനീതി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഹോട്ടലിന്റെ ബിസിനസ് ഒക്കെ നല്ല രീതിക്കായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ പോലും ഇപ്പോൾ ഹോട്ടലിന്റെ ഓണർ ഹോട്ടൽ പൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഞാനും അടുത്ത് തന്നെ കൊറിയയിലേക്ക് എത്തുന്നതായിരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. അങ്ങനെ ഇരിക്കെ മെറി ഒറ്റയ്ക്കാണോ ഇന്ന് വന്നത്? നിന്റെ കൂടെ എന്തുകൊണ്ടാണ് വൂജു വരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീതി ദേഷ്യപ്പെടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും നിലവിലുള്ള വൂജുവിനെയൊക്കെ അവൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. സോ ആദ്യം വൂജുവിന്റെ ഫേസിനൊക്കെ എന്ത് പറ്റിയെന്നായിരുന്നു അനീതി വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് ആ ഒരു വൂജു അല്ല. രണ്ടുപേരുടെയും പേര് സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അമ്മയും പറയുന്നുണ്ട്. പക്ഷെ അനീതിക്ക് എന്താണ് കാര്യമെന്നൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും വൂജുവിനെ കുറിച്ച് അനീതിയുടെ അടുത്തൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ ഒരിക്കൽ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് മറിയും പറയുകയാണ്. അമ്മയും ഇപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ മെറിക്കും പൂച്ചനും കഴിക്കുവാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അമ്മയും ഒരു കണ്ടെയ്നർ എടുക്കുവാനായിട്ട് മെറിയോട് പറയുമ്പോഴത്തേക്കുമാണ് അവിടെയുള്ള കബോർഡൊക്കെ ഇളകി പോകാറായിരിക്കുന്ന കാര്യം അവളും മനസ്സിലാക്കുന്നത്. സോ അവളും അമ്മയോട് അതൊക്കെ മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പുതിയതായിട്ടുള്ള കബോർഡൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇരിക്കുന്നത്. ഇനി മെറിയും അവിടെയുള്ള കണ്ടെയ്നർ എടുക്കുവാനായിട്ട് പാടുപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന വൂച്ചുവും നേരെ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അവരങ്ങനെ വളരെ ക്ലോസ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അമ്മയും പെട്ടെന്ന് അവളിൽ നിന്നും മാറിക്കൊടുക്കുകയാണ്. ഇപ്പോൾ മെറിയും വൂച്ചും ഒന്നിച്ച് സംസാരിച്ചൊക്കെ നടക്കുകയാണ്. നിലവിൽ ഞാനൊന്ന് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ നിന്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന സംശയത്തിലാണ് അമ്മ ഉള്ളത്. അങ്ങനെ ഇരിക്കെ നീ സിയോയുടെ കൊച്ചുമോനാണെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഒരിക്കലും അമ്മ ഈ ഒരു വിവാഹത്തോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ആകെ പേടിച്ചു പോകുന്നതാണ്. സോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് മെറിയും വൂച്ചുവിനോടായിട്ട് പറയുന്നത്. ജിനിക്കും എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്കും കുറച്ചുകൂടി ബോധമൊക്കെ വെച്ചത്. നമ്മളിപ്പോൾ സത്യാവസ്ഥ എല്ലാം തന്നെ സെക്രട്ടറിയോട് തുറന്നു പറയുകയാണെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി നമ്മുടെ വീടൊക്കെ തിരിച്ചു മേടിക്കുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ നടക്കുവാനായിട്ട് പോകുന്നില്ലല്ലോ. അതേസമയം നമ്മൾ സത്യങ്ങൾ പറയാതെ സെക്രട്ടറി ആയിട്ട് തന്നെ അതൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കെതിരായിട്ട് അതൊരു കേസ് ആക്കുവാനായിട്ട് പോലും സാധ്യതയുണ്ട്. സോ നമ്മളും വലിയ റിസ്കിലൊന്നും പോയി പെടണ്ട എന്നാണ് അവൾ പറയുന്നത്. എനിക്ക് നിലവിൽ ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് അത്രയും വലിയൊരു വീടൊക്കെ കിട്ടിയപ്പോഴത്തേക്കും കടമൊക്കെ അതുകൊണ്ട് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഒന്നും കൂടി ആലോചിക്കുമ്പോഴത്തേക്കും നീ എന്റെ ഒപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കടം തീർക്കുവാനായിട്ട് എനിക്ക് ആ വീട് വിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നല്ല രീതിക്കൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കടം വീട്ടുവാനായിട്ട് സാധിക്കും. എനിക്ക് അതുവഴി നമ്മളെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടും കൂടി കഴിയുമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും എപ്പോഴും മെറിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്നും അവളെ എല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്യുമെന്നും അവളോടും പറയുന്നു.